بسم الله الرحمن الرحيم وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا إن للمتقين مفازا حدائق وأعنابا وكواعب أترابا وكأسا دهاقا لا يسمعون فيها لغوا ولا كذابا. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയും ദീനിൻ്റെ പേരിൽ ഉപദേശിക്കുകയുമാണ്. ഇന്ന് നമ്മൾ ഏതാനും സൽപ്രവർത്തികളെക്കുറിച്ചുള്ള ഉണർത്തലുകളാണ് ഈ മിമ്പറിൽ ഒരു ഖുതുബയായി ശ്രവിച്ചത്. ചില സൽപ്രവർത്തികൾ, അവക്കുള്ള പ്രതിഫലം മഹത്തരമാണ്, ഏറെ മഹനീയമാണ്. വളരെ എളുപ്പത്തിൽ വിശ്വാസികൾക്ക് എത്തിപ്പിടിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ച നിയമമാക്കിയ പ്രവൃത്തികൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വിഷയങ്ങളിലൊരു ഉൾക്കാഴ്ച അനിവാര്യമാണ്. എങ്കിൽ അവന് പലതും നേടുവാനും അതേപോലെ തൻ്റെ പോരായ്മകളെ, കുറവുകളെ അറിഞ്ഞ് അവ പരിഹരിക്കുവാനും നികത്തുവാനും തനിക്ക് ഇഹത്തിലും പരത്തിലും ഫലപ്രദമായ ഗുണപ്രദമായ പല കാര്യങ്ങളും അവന് ആർജിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ അദ്ദേഹം
ജനാസയെ അനുഗമിക്കുമായിരുന്നു. നമുക്കറിയാം ജനാസയെ അനുഗമിക്കുന്നതിന് പ്രതിഫലമേറെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഒരാൾ ജനാസയെ അനുഗമിച്ചാൽ ആ ജനാസക്ക് നമസ്കരിക്കുന്നത് വരെ അവനൊരു ഖീറാത്ത് പ്രതിഫലമുണ്ട് എന്നാണ്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ പർവ്വത സമാനം പ്രതിഫലം, മഹനീയമാണ്, ഗംഭീരമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അതുകൊണ്ട് തന്നെ ജനാസയെ അനുഗമിക്കും, ജനാസക്ക് നമസ്കരിക്കുന്നത് വരെ. അത് അദ്ദേഹത്തിൻ്റെ ഒരു പതിവായിരുന്നു, ശീലമായിരുന്നു. പിന്നെയാണ് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കേട്ടത്, വമൻ തബിഅൽ ജനാസത ഹത്താ യുദ്ഫൻ ഫലഹു ഖീറാത്താൻ. ഒരാൾ ജനാസയെ അനുഗമിച്ചു, ജനാസ മറമാടുന്നത് വരെ, നമസ്കരിച്ച് ഖബർസ്ഥാനിലേക്ക് ജനാസ എടുത്ത് ജനാസ മറമാടപ്പെടുന്നത് വരെ ഒരാൾ ജനാസയോടൊപ്പം ഉണ്ടായാൽ അവന് 2 ഖീറാത്തുകളുണ്ട്. ഖീറാത്ത് എന്ന് പറഞ്ഞാൽ, ഖീറാത്താനി എന്ന് പറഞ്ഞാൽ ജബലാനി അദീമാൻ, വലിയ 2 പർവ്വതങ്ങൾ എന്നുള്ളതാണ്. അപ്പം അത്ര കൂലിയുണ്ട് ജനാസ മറമാടപ്പെടുന്നത് വരെ ജനാസയോടൊപ്പം ഉണ്ടാകുന്നതിനെന്ന് കേട്ടപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രതികരണം, ഫറത്ന ഫി ഖറാറീത കസീറ, കുറേ ഖീറാത്തുകൾ നമുക്ക് നഷ്ടമായി എന്നുള്ളതാണ്. കുറേ ഖീറാത്തുകൾ നമുക്ക് നഷ്ടമായി. കാരണം അദ്ദേഹം ജനാസയെ അനുഗമിക്കും നമസ്കരിക്കുന്നത് വരെ. നമസ്കാരം കഴിഞ്ഞാൽ അദ്ദേഹം പിരിഞ്ഞുമായിരുന്നു. പിന്നീടാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ആ നഷ്ടബോധം, വീഴ്ച വരുത്തിയതിലുള്ളതായ അദ്ദേഹത്തിനുള്ള ആ പ്രയാസം. ഇമാം അൽ ഹാഫിദ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഫത്ഹുൽ ബാരിയിൽ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഈ വാക്കെടുത്തു കൊടുത്തതിന് ശേഷം ഇത് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൻഖബത്ത് അല്ലെങ്കിൽ ഫضലാണ് അറിയിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മഹത്വവും സ്ഥാനവും ഈ സംഭവം അറിയിക്കുന്നു എന്ന് പറയാണ്. കാരണം എന്താ? ഒരാൾക്ക് നഷ്ടബോധം ഉണ്ടാകുക ഏതിൽ? പ്രതിഫലം ലഭിക്കുന്ന വിഷയത്തിൽ, പുണ്യകരമായ വിഷയത്തിൽ തൻ്റെ വീഴ്ച ഒരു മനുഷ്യൻ മനസ്സിലാക്കുക, അതിൽ നഷ്ടബോധം ഒരാൾക്ക് ഉണ്ടാകുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സ്ഥാനമാണ്, മഹത്വമാണ് അറിയിക്കുന്നത്. അത് ഒരാളുടെ കുറവല്ല അറിയിക്കുന്നത്. എന്തിനാ നഷ്ടബോധം അല്ലെങ്കിൽ പോരായ്മ അയവിറക്കുന്നത്? പൂർണ്ണതയിലേക്ക് അടുക്കുവാനും നഷ്ടപ്പെട്ടത് വീണ്ടും എത്തിപ്പിടിക്കാനുമാണ്. അപ്പോൾ ഈ ഒരു സ്വഭാവം ഒരാളുടെ മേന്മയും ഒരാളുടെ മഹത്വമാണ്. അതാണ് ഇബ്നു ഉമർ റളിയല്ലാഹു തആലയുടെ ഈ സംഭവത്തിൽ നിന്ന് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തുന്നത്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ നിത്യജീവിതത്തിൽ ഇങ്ങനെ പല കുറവുകളും പോരായ്മകളും അയാളിൽ സ്വാഭാവികമാണ്. പക്ഷേ വിശ്വാസികൾ ഈ പോരായ്മകളെ, കുറവുകളെ നികത്തുവാനും തനിക്ക് നഷ്ടമായത് എത്തിപ്പിടിക്കുവാനും അവസരങ്ങളെ ഉപയോഗപ്പെടുത്തുന്നവനാകണം എന്നാണ് ഇവിടെ നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും ഉണ്ടായത്. കുറേ സൽപ്രവൃത്തികൾ അനായാസം കൈകാര്യം ചെയ്യാവുന്നതാണ്, പ്രാവർത്തികമാക്കാവുന്നവ. അത് പലപ്പോഴും പല കാരണങ്ങളാൽ നഷ്ടപ്പെട്ടു പോകാവുന്ന രീതിയിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഉത്ബോധനങ്ങൾ ഉപകാരപ്പെടും, ഉണർത്തലുകൾ ഫലപ്പെടുകയും ചെയ്യും. ഏതാനും കർമ്മങ്ങളെക്കുറിച്ചുള്ള ഉണർത്തലുകളാണ് നമ്മൾ ഇന്നിവിടെ ശ്രവിച്ചത്. ബാങ്ക് നമ്മൾ ഒരു ദിവസം 5 സമയങ്ങളിൽ കേൾക്കുന്ന, പലപ്പോഴും പലതവണ കേൾക്കുന്ന മഹൽ കർമ്മമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളോട് പറഞ്ഞത്, ഒരാൾ ബാങ്കിയെ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ബാങ്കൊലി കേൾക്കുമ്പോൾ, ബാങ്ക് വിളി കേൾക്കുമ്പോൾ ബാങ്കി പറയുന്നത് പോലെ പറയാനാണ്. ഇദാ സമിഅ്തുമുൽ മുഅദ്ദിന ഫഖൂലു മിസ്ല മാ യഖൂൽ. ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ അയാൾ പറയുന്നത് പോലെ നിങ്ങൾ പറയുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. എന്താ ബാങ്ക് വിളിക്കുന്നവൻ ബാങ്ക് വിളിക്കുന്നത് പോലെ പറഞ്ഞാൽ?
തെറ്റുകൾ മായ്ക്കപ്പെടുമെന്നുള്ളതാണ്. ഹദീസുകൾ കാണാം, ഗുഫിറ ലഹു മാ തഖദ്ദം മിൻ ദംബിഹി, അയാളുടെ കഴിഞ്ഞുപോയ തെറ്റുകൾ അതിനാൽ പൊറുക്കപ്പെടും എന്ന് പറഞ്ഞു. ചില റിവായത്തുകളിൽ ബാങ്ക് വിളിക്കുന്നത് കേട്ടാൽ നിങ്ങൾ അതുപോലെ പറയുക, സുമ്മ സല്ലു അലൈ, പിന്നീട് നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് എല്ലാം പറഞ്ഞു ബാങ്കിന് ശേഷം. പിന്നെ പറഞ്ഞത് സുമ്മ സലുല്ലാഹ ലി അൽ വസീല, പിന്നീട് നിങ്ങൾ എനിക്ക് അള്ളാഹുവിനോട് എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വസീലയെ തേടുക. വസീല എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് സ്വർഗത്തിൽ ഒരു പദവിയാണ്, അതൊരാൾ മാത്രമാണ് അർഹിക്കുക. ആ വ്യക്തി ഞാനാകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു, എനിക്ക് വസീല ലഭിക്കുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് തേടുക എന്നാണ് പറഞ്ഞത്. എങ്കിൽ ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, ബാങ്കി പറയുന്നത് പോലെ പറഞ്ഞ് സ്വലാത്ത് ചൊല്ലി എനിക്ക് വേണ്ടി വസീലയെ തേടുന്നവർക്ക് അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കേണ്ടായി. അപ്പോൾ ബാങ്കി പറയുന്നത് പോലെ പറയാൻ ഏതൊരാൾക്കും സാധിക്കും. കാരണം എന്താ, ബാങ്ക് കേൾക്കുന്നത് പറയുക എന്നുള്ളതാണ്. അതിൽ രണ്ട് ഹൈ അല സ്വലാത്ത്, ഹൈ അലൽ ഫലാഹ്, അത് കേൾക്കുമ്പോൾ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയാം. ബാക്കിയുള്ളതൊക്കെ ബാങ്കി പറയുന്നത് ആവർത്തിച്ച് പറഞ്ഞാൽ മതി. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലൊരു സലാത്ത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് തുടങ്ങിയ സലാത്ത്. പിന്നെ വസീലക്ക് വേണ്ടിയുള്ള തേട്ടം, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദൻ അൽ വസീലത വൽ ഫദീല വബഅസഹു മഖാമൻ മഹ്മൂദൻ അല്ലദി വഅദ്തഹ്. ഇതാണ് വസീലക്ക് വേണ്ടിയുള്ള തേട്ടം. അതിനാലുള്ള പ്രതിഫലം, ഗതകാലങ്ങളിൽ നമ്മളുടെ വീഴ്ചകൾ അത് മാപ്പാക്കപ്പെടലാണ്. അന്ത്യനാളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഷഫാഅത്ത് നിർവഹിക്കുവാൻ അള്ളാഹു അവസരം നൽകുമ്പോൾ ആരുടെ വിഷയത്തിലാണോ ഷഫാഅത്തിനെ പറയുന്നത്, നിർവഹിക്കുന്നത്, അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിക്കുകയും തൃപ്തിപ്പെട്ട് നിർണയിക്കുകയും ചെയ്യുമ്പോൾ ആ വിഭാഗത്തിൽ ഉൾപ്പെടലാണ്. അത് വലിയ കാര്യമാണ്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഈ ഒരു പ്രവൃത്തിക്ക് എത്ര ടൈം വേണം, അത് നിർവഹിക്കുവാൻ ഒരാൾക്ക് എത്ര അധ്വാനിക്കണം? വളരെ കുറഞ്ഞ അധ്വാന, സമയം വളരെ കുറച്ച് മതി. പക്ഷേ മഹത്തരമാണ് പ്രതിഫലം, മഹനീയമാണ് പുണ്യം. പക്ഷേ ആളുകൾക്ക് എന്ത് വേണം? ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതുപോലെ കുറേ ഖീറാത്തുകളിൽ നമ്മൾ വീഴ്ച വരുത്തി എന്നുള്ള ഒരു ബോധം അത് അവരിൽ തികട്ടണം. ഇതേപോലെ ആയത്തുൽ കുർസിയുമായി ബന്ധപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്താ? മൻ ഖറഅ ആയത്തുൽ കുർസി ഫി ദുബുരി കുല്ലി സ്വലാത്തിൻ ലം യംനഉഹു മിൻ ദുഖൂലിൽ ജന്നത്തി ഇല്ലൽ മൗത്ത്. എല്ലാ നമസ്കാരങ്ങൾക്കും ഒടുവിൽ, ഫർദ് നമസ്കാരങ്ങളുടെ ഒടുവിൽ ഒരാൾ ആയത്തുൽ കുർസി നിത്യമാക്കിയാൽ, ഓതിയാൽ, അയാൾക്ക് സ്വർഗപ്രവേശനത്തിന് തടസ്സം മരണം മാത്രമാണ് എന്നാണ്. അപ്പോൾ നമസ്കരിച്ചു കഴിഞ്ഞാൽ ആയത്തുൽ കുർസി ഓതുക. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുൽ കുർസി അതൊരാൾ നിസ്കാരത്തിന് ശേഷം ഓതിയിട്ടുണ്ട് എങ്കിൽ മരിച്ചു കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ആയത്തുൽ കുർസി ഓതാൻ എത്ര മിനിറ്റ് വേണം? വളരെ കുറഞ്ഞ സമയം. എല്ലാവരും 5 വക്ത് നിസ്കരിക്കുന്നവരാണ്. ആ നിസ്കാരത്തിനൊടുവിൽ ആയത്തുൽ കുർസി ഓതുകയാണ് വേണ്ടത്. ഇതേപോലെ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആയത്തുൽ കുർസി ഓതാൻ പറഞ്ഞ് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഒരാൾ കിടപ്പറ പ്രാപിക്കുമ്പോൾ, ഉറങ്ങാൻ കിടക്കുമ്പോൾ വിരിപ്പിലേക്ക് അണഞ്ഞാൽ ആയത്തുൽ കുർസി ഓതിയാൽ പുലരുന്നത് വരെ അവന് അള്ളാഹുവിങ്കിൽ നിന്നുള്ള ഒരു സംരക്ഷണമാണ്, അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയാണ്.
ഒരു കാവലാണ്. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉറങ്ങാൻ കിടക്കുന്ന നമ്മുടെ സമയങ്ങളിൽ എത്ര സമയം വേണം ഒരായത്തുൽ കുർസി ഓതാൻ? ഇതേപോലെ രാത്രികളിൽ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ രണ്ടായത്തുകൾ, സൂറത്തുൽ ബഖറയിൽ അവസാനത്തെ രണ്ടായത്തുകൾ, മൻ ഖറഅ ആയതൈനി മിൻ അവാഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫത, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു രാത്രി ഒരാൾ സൂറത്തുൽ ബഖറയിൽ നിന്നുള്ള അവസാനത്തെ രണ്ടായത്തുകൾ ഓതിയാൽ ആ രണ്ടായത്തുകൾ അവന് കഫത മതി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഏതാ രണ്ടായത്തുകൾ? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി എന്ന് തുടങ്ങുന്ന ആയത്തും, പിന്നെ ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വ അലൈഹാ മക്തസബത് എന്ന് തുടങ്ങുന്ന ആയത്തും. ഈ രണ്ടായത്തുകൾ ഇവകൾ ഓതിയിട്ടുണ്ട് എങ്കിൽ ആ രണ്ടായത്തുകൾ അവന് മതി എന്നാണ്. എന്ത് മതി? അതാണ് ഇബ്നു ഹജർ റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിൽ വിശദീകരിച്ചത്. ഖിയാമുൽ ലൈലായിട്ട് മതി, രാത്രി നമസ്കാരം അതിന് തുല്യമായിട്ട് ഇവ രണ്ടും ഓതിയാൽ മതി എന്ന് അതിനെ വിശദീകരിച്ചവരുണ്ട്. മറ്റു ചിലർ പറഞ്ഞത് ഈമാൻ, ഇസ്ലാം, ഒരാളുടെ ഈമാൻ പൂർണ്ണമാക്കിയതായി അയാളുടെ ഇസ്ലാം മതിയായതായി അയാൾക്കത് മതി. കാരണം എന്താ? ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത് ഈമാൻ കാര്യങ്ങളെയാണ്. കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വറുസുലി എന്ന് തുടങ്ങിയിട്ട്, പിന്നെ വകുതുബി വറുസുലി എന്ന് തുടങ്ങിയിട്ട് ഈമാൻ കാര്യങ്ങളെയാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇസ്ലാമിലെ വിഷയങ്ങൾ, കാര്യങ്ങളാണ് ഈ ആയത്തുകൾ കൈകാര്യം ചെയ്യുന്നത്. സൂറത്തുൽ ബഖറയുടെ ആകത്തുക ഈ രണ്ടായത്തുകളിൽ അടങ്ങിയിട്ടുണ്ട് എന്ന് മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആയത്തുകളെ വിശദീകരിച്ച തഫ്സീറുകളുടെ വരികൾ നമ്മൾ പഠന വിധേയമാക്കിയിട്ടുണ്ട് എങ്കിൽ സൂറത്തുൽ ബഖറ ഉൾക്കൊണ്ട ആശയങ്ങൾ, അതിൻ്റെ രത്നച്ചുരുക്കാണ് ഈ രണ്ടായത്തുകൾ കൈകാര്യം ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ഡിതന്മാർ അപ്രകാരം അത് വിശദീകരിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഈമാൻ ഒരാളുടേത് പൂർണ്ണമെന്നത് ഈ രണ്ടായത്തുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ അതിലൂടെ അത് മതി എന്ന രീതിയിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഈമാനിൻ്റെ പൂർണ്ണതക്ക് അത് മതി എന്നർത്ഥത്തിൽ. ചിലർ പറഞ്ഞത് കെഫത്ത ഈ രണ്ടായത്തുകൾ അയാൾക്ക് സുരക്ഷയായി, സംരക്ഷണമായിട്ട് മതി. ആയത്തുൽ കുർസിൻ്റെ വിഷയത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഈ രണ്ടായത്തുകൾ ഓതിയിട്ടുണ്ടെങ്കിൽ പൈശാചികതയിൽ നിന്നുള്ള, അതേപോലെ തന്നെ വിപത്തുകളിൽ നിന്ന്, മുസീബത്തുകളിൽ നിന്നുള്ള സുരക്ഷയായിട്ട് മതി എന്ന് വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. കാരണം ഈ ആയത്തുകൾ ഓതുന്ന വീടുകളിലേക്ക് 3 ദിവസം പിശാചുക്കൾ സമീപിക്കൂല എന്ന് പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും. പൈശാചികതയിൽ നിന്നുള്ള സുരക്ഷയാണ് ഈ വചനങ്ങൾ എന്നറിയിക്കുന്ന ആയത്തുകൾ, ഹദീസുകൾ കാണാൻ സാധിക്കും. ഏതായാലും ഈ രണ്ടായത്തുകൾ ഓതുന്നതിൻ്റെ മഹത്വമാണ്. അതിനെത്ര ടൈം മതി അതൊരാൾക്ക് നിർവഹിക്കുവാൻ? അത് ബൈഹാർട്ട് ഓതണം എന്ന് പറഞ്ഞിട്ടില്ല. കാണാതെ മനപ്പാഠം അറിയാത്തവർക്ക് നോക്കിയാൽ മതിയാലും ഈ പുണ്യമുണ്ട്. രണ്ടായത്തുകളാണ്, മനപ്പാടാക്കാൻ വലിയ പാടോ അല്ലെങ്കിൽ വലിയ സമയമോ ആവശ്യമില്ലാത്ത വിധം രണ്ടായത്തുകളാണ്. പക്ഷേ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ചരിത്രത്തിൽ നമ്മൾ വായിച്ചതുപോലെ ആളുകൾക്ക് ഒരു മനസ്സ് വേണം. നഷ്ടപ്പെട്ടതിൽ ഒരു അവബോധം അത് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോഴാണ് എല്ലാം എത്തിപ്പിടിക്കുവാൻ വിശ്വാസികൾക്കാവുക. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട വിഷയം എന്താ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? മൻ സല്ല അലയ്യ സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹ അശ്റ എന്നാണ്. ഒരു സലാത്ത് ചൊല്ലിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് 10 സലാത്താണ് ചൊല്ലുന്നവന്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോടുള്ള ദുആയാണ്. അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത്, കാരുണ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ പെയ്തിറങ്ങാൻ ഒരു വിശ്വാസി നിർവഹിക്കുന്ന ദുആയാണ് സ്വലാത്ത്. അത് അള്ളാഹു അത്യുന്നതങ്ങളിൽ അടിയാറുകളെ വാഴ്ത്തി പുകഴ്ത്തി പറയും.
അത്യുന്നതങ്ങളിൽ അള്ളാഹു അൽ മലഉൽ ആലയിൽ, മലക്കുകളുടെ സഭയിൽ, വിശുദ്ധന്മാരുടെ സഭയിൽ ചില അടിയാറുകളെ പ്രശംസിച്ച് പുകഴ്ത്തി പറയുമെന്നാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ഒരു ദാസൻ എന്ന് പറഞ്ഞാൽ ആ ദാസനുള്ള മഹത്വവും മേന്മയും എത്രയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അള്ളാഹു വാഴ്ത്തുക പുകഴ്ത്തുക എന്നുള്ളതാണ് സലാത്ത് എന്ന് വിശദീകരിച്ച മുഫസ്സിരീങ്ങളുണ്ട്, പിന്നെ ഹദീസിൻ്റെ വിശദീകരിച്ച പണ്ഡിതന്മാരുണ്ട്. ആ വിശദീകരണത്തെയാണ് പ്രാമാണികരായ പലരും പ്രബലപ്പെടുത്തിയിട്ടുള്ളത്. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സലാത്ത് നിർവഹിക്കുക എന്ന് പറഞ്ഞാൽ അത്യുന്നതങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തിരുദൂതരെ പ്രശംസിക്കുക, മഹത്വപ്പെടുത്തി സംസാരിക്കുക എന്നുള്ളതാണ്. അതാണ് സലാത്തിൻ്റെ അർത്ഥം. അപ്പം അത് നിർവഹിക്കുവാൻ നമ്മൾ ദുആ ചെയ്യലാണ് സലാത്ത്. എങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള 10 സലാത്ത് നമുക്ക് നേരെയുണ്ടാകും. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യവർഷവും നമ്മളെ അള്ളാഹു പ്രശംസിക്കുന്ന അവസ്ഥയും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ തേട്ടവും താല്പര്യവും. ഒരു സലാത്തിന് ആ മഹത്വമാണ്. അപ്പോൾ സലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ അതിൻ്റെ മഹത്വം എത്രയാണ്? പ്രഭാതത്തിൽ സലാത്ത് ചെല്ലുന്നതിൻ്റെ, പ്രദോഷത്തിൽ സലാത്ത് ചെല്ലുന്നതിൻ്റെ മഹത്വം നമ്മൾ കേട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പ്രഭാതത്തിൽ 10 സലാത്ത് ചെല്ലുക, പ്രദോഷത്തിൽ 10 സലാത്ത് ചെല്ലുക, എങ്കിൽ അവർക്ക് ഹല്ലത്ത് ലഹു ഷഫാഅത്തി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ എൻ്റെ ഷഫാഅത്ത് അയാൾക്ക് ലഭിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ പുലർന്നാൽ നമ്മൾ പ്രഭാതത്തിൽ ചെല്ലുന്ന ദിക്റുകളോടൊപ്പം 10 സലാത്തിനെ ചൊല്ലുക. അതേപോലെ പ്രദോഷത്തിൽ 10 സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹത്വമാണത്. കൂടുതൽ സമയം ആവശ്യമല്ല, എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമാണ് സലാത്ത്. ആ സലാത്തിനെ 10 തവണ ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, ഏറെ എളുപ്പമാണ്. അതിൻ്റെ പ്രതിഫലം മഹനീയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ സലാത്തിൻ്റെ വിഷയം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയപ്പെടുമ്പോൾ നമ്മൾ സലാത്ത് ചെല്ലേണ്ടതുണ്ട്. ആ സലാത്ത് ഒരാൾ നിർവഹിക്കുന്നില്ല എങ്കിൽ അവൻ പിശുക്കനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അൽ ബഖീൽ മൻ ദുകിർതു ഇൻദഹു ഫലം യുസല്ലി അലൈ, ഞാൻ പറയപ്പെട്ടിട്ടും സലാത്ത് ചെല്ലുന്നതിൽ സലാത്ത് ചെല്ലാത്തവൻ അവനാണ് പിശുക്കൻ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ സലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ചില റിവായത്തുകളിൽ ഞാൻ പറയപ്പെട്ടിട്ടും എൻ്റെ പേരിൽ സ്വലാത്ത് ചെല്ലാത്തവൻ അവന് സ്വർഗത്തിലേക്കുള്ള വഴി തെറ്റി എന്ന മുന്നറിയിപ്പ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്വലാത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളിൽ നിന്നുള്ള ഒരു ഹക്ക് കൂടിയാണ്. നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള വകുപ്പല്ല, പിന്നെയോ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമ്മളിൽ നിന്നുള്ള അവകാശമാണ്. ഇന്നങ്ങനെയാണ് ആളുകൾക്ക് സലാത്ത് ചെല്ലാൻ മജ്ലിസ്, അതിൽ ചീരണി വേണം, അതിൽ പിന്നെ കൈമടക്ക് വേണം. ഇങ്ങനെ സലാത്തിനെ തിരിച്ച് മനസ്സിലാക്കിയ ഒരു യുഗത്തിലാണ് നമ്മളുള്ളത്. സലാത്ത് ഇത് മഹത്തായ ഇബാദത്താണ്, പുണ്യമാണ്. അതിനുള്ള പ്രതിഫലം മഹത്തമാണ്, മഹനീയമാണ്. അത് നമ്മൾ യഥാവിധം നിർവഹിക്കേണ്ടതുണ്ട്. യഥാർത്ഥ സലാത്ത് ആളുകൾക്ക് കൈമോശം വന്നിട്ടുണ്ട് പലർക്കും. ഈ സലാത്തിന് പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏതൊരു സലാത്ത് ചൊല്ലിയാലാണോ ഈ മഹത്വങ്ങളൊക്കെ പറഞ്ഞത്, ആ സലാത്ത് കൈമോശം വന്ന് അതിന് പകരം കുറേ സലാത്തുകൾ മാർക്കറ്റിൽ ഇറങ്ങി. ആ സലാത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ആളുകൾ വാശിയിൽ, അതിന് മഹത്വം പറഞ്ഞാണ് ആളുകൾ, അതിന് സ്ഥലങ്ങളും സമയങ്ങളും നിശ്ചയിച്ചാണ് ഇന്ന് ആളുകളുള്ളത്. 70,000 പ്രാവശ്യം നാരിയ സലാത്ത്, മരിച്ച വീട്ടിൽ നാരിയ സലാത്ത്, ഉറങ്ങുന്നതിന് മുമ്പ് നാരിയ സലാത്ത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണാൻ ഒരു താജ് സലാത്ത്. ഇങ്ങനെ സ്വപ്നത്തിൽ കാണാൻ താജ് സലാത്ത് ചെല്ലണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, മരിച്ച വീട്ടിൽ നാരിയ സലാത്ത് ചെല്ലണം എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 6 നൂറ്റാണ്ട് പിന്നിട്ടിട്ടാണ് നാരിയ സലാത്ത് തന്നെ ജന്മം കൊള്ളുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിൻ്റെ 6 നൂറ്റാണ്ടുകൾക്ക് ശേഷം, 600 വർഷത്തിന് ശേഷം ലോകത്ത് പടക്കപ്പെട്ട സലാത്താണ് നാരിയ സലാത്ത്.
ഒരു സഹാബി അത് ചൊല്ലിയിട്ടില്ല, ഒരു താബിഈ അത് ചൊല്ലിയിട്ടില്ല. മദ്ഹബിൻ്റെ ഇമാംമാർക്ക് അത് പരിചയമല്ല. മദ്ഹബിൻ്റെ ഇമാമുകളുടെ പ്രബല ശിഷ്യന്മാർ ജീവിച്ച കാലഘട്ടങ്ങളിലൊന്നും അതില്ലേ ഈ ദുനിയാവിൽ. അങ്ങനെയുള്ള സലാത്താണ് നാരിയ സലാത്ത്. ആ സലാത്താണ് മരിച്ചോടത്ത് 70,000 പ്രാവശ്യം, 7,000 പ്രാവശ്യം, ഉറങ്ങണതിന് മുമ്പ് 4,000 പ്രാവശ്യം അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര കൂലി, പിന്നെ അത് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ഇത്ര പിന്നെ കാര്യം. ഇതൊക്കെ ആളുകൾ പറഞ്ഞിട്ട് എന്ത് ചെയ്യണത്, അതിന് മാർക്കറ്റ് ഉണ്ടാക്കണം. പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ ഒറിജിനൽ പലർക്കും കൈമോശം വന്ന് വ്യാജൻ രംഗം കൈയടക്കി. ഈ ഒരു ദുരിതം ആളുകൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അള്ളാഹു എല്ലാവർക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. യഥാർത്ഥത്തിൽ നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുക എന്നാൽ അത് മഹൽ കർമ്മമാണ്, അതിന് മഹത്തായ പുണ്യമാണ്. അതിൽ ഏതാനും കാര്യങ്ങളാണ് നമ്മളിവിടെ ശ്രവിച്ചത്. മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോഴുള്ള ദുആ ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് വാരിയതായത് നമ്മൾ കേൾക്കേണ്ടായി. എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാൾ സൂക്കിൽ പ്രവേശിക്കും, മൻ ദഖല സൂഖ്, ഒരാൾ സൂക്കിൽ പ്രവേശിക്കുകയും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ ഹയ്യുൻ ലാ യമൂത് ബിയദിഹിൽ ഖൈർ വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നൊരാൾ മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ ചൊല്ലിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കുതിബത് ലഹു മിഅതു അൽഫു ഹസന വമഹ അൻഹു അൽഫു സയ്യ വബുനിയ ലഹു ബൈത്തുൻ ഫിൽ ജന്ന ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. അയാൾക്ക് 1000 നന്മ രേഖപ്പെടുത്തപ്പെടും, അയാളെ തൊട്ട് 1000 തിന്മകൾ മായിക്കപ്പെടും, അയാൾക്ക് സ്വർഗത്തിൽ ഒരു ഭവനം നിർമ്മിക്കപ്പെടും. ഇമാം തുർമുദിയുടെ റിവായത്തിലാണ് ഇപ്രകാരം. ഇതാണ് അതിന് പറയപ്പെട്ടതായ മഹത്വം. 1000 നന്മകൾ മായിക്കപ്പെടാൻ, എഴുതപ്പെടാൻ, തിന്മകൾ മായിക്കപ്പെടാൻ, സ്വർഗത്തിലൊരു ഭവനത്തിന് പഠിപ്പിക്കപ്പെട്ട പുണ്യാണ് ദുആ സൂഖ്. സൂക്കിൽ പ്രവേശിക്കുമ്പോൾ, മാർക്കറ്റിൽ പ്രവേശിക്കുമ്പോൾ ഉള്ളതായ ദുആ. ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് പല കർമ്മങ്ങളും, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതിൽപ്പെട്ട മറ്റൊരു കർമ്മം നമ്മൾ കേട്ടത് മുസാഫഹത്ത്, ഹസ്തദാനം. ഇദാ ലഖിയൽ മുഅ്മിനു അഖാഉൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ തൻ്റെ സഹോദരനായ ഒരു മുഅ്മിനെ കണ്ടുമുട്ടി, അങ്ങനെ ഫസല്ലമ അലൈഹി, അയാൾക്ക് സലാം പറഞ്ഞു. വ അഖദ യദഹു, അയാളുടെ കൈ പിടിച്ചു. കൈ ഹസ്തദാനത്തിന് വേണ്ടി പിടിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, തതനാസറു ദുനൂബുഹു കമാ തതനാസറു വറഖുൽ ജന്ന. എന്താ? ആ വ്യക്തിയുടെ തതനാസറു ദുനൂബുഹും, അവരുടെ പാപങ്ങൾ പൊഴിയും. കമാ തതനാസറു വറഖു ഷജർ, ഒരു വൃക്ഷത്തിൻ്റെ ഇല പൊഴിയുന്നത് പോലെ, വൃക്ഷം അത് കാറ്റിൽ അതിൻ്റെ ഇലകൾ പൊഴിയുന്നത് പോലെ സലാം പറഞ്ഞ് ഹസ്തദാനം ചെയ്യുന്ന 2 മുഅ്മിനീങ്ങളുടെ പാപങ്ങൾ, കുറ്റങ്ങൾ പൊഴിയും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അപ്പോൾ അത് ചെറിയൊരു കർമ്മ, ഹസ്തദാനം. അതിന് പറയപ്പെട്ട മഹത്വം നോക്കൂ നിങ്ങൾ. ഇതേപോലെ രോഗസന്ദർശനവുമായി ബന്ധപ്പെട്ട് മൻ ആദ മരീദൻ കാന ഫീ ഖുർഫത്തിൽ ജന്ന ഹത്ത യഊദ്, ഒരാൾ ഒരു രോഗിയെ സന്ദർശനം നടത്തി, അവൻ ഖുർഫത്തുൽ ജന്നയിലായിരിക്കും മടങ്ങുന്നത് വരെ എന്നാണ്. ഖുർഫത്തുൽ ജന്ന എന്നതിന് ഹദീസിൽ വിശദീകരണം ജനാഹ എന്നാണ്, സ്വർഗത്തിലെ ഫ്രൂട്ട്സ്, ഫലങ്ങൾ, പഴങ്ങൾ. അപ്പോൾ അവൻ സ്വർഗത്തിലാണ്, സ്വർഗീയ വിഭവങ്ങളിലാണ് ഒരു രോഗിയെ സന്ദർശനം നടത്തുമ്പോൾ എന്ന് പറയുമ്പോൾ അത് രോഗസന്ദർശനത്തിൻ്റെ മഹത്വവും അതിനുള്ള പ്രതിഫലമാണ് അറിയിക്കുന്നത്. ഇതേപോലെ മറ്റൊരു റിവായത്തിൽ മാമിൻ മുസ്ലിമിൻ യഊദു മരീദൻ ഊദുവതൻ, ഒരു രോഗിയെ സന്ദർശിക്കുന്ന ഒരു വിശ്വാസിയില്ല പ്രഭാതത്തിൽ, ഹത്ത യുസല്ലി അലൈഹി 70,000 മലക് ഹത്ത യുംസിയ, അയാൾക്ക് വേണ്ടി 70,000 മലക്കുകൾ പ്രദോഷം വരെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമെന്നാണ്. പ്രഭാതത്തിൽ ഒരു മുസ്ലിം ഒരു രോഗിയെ സന്ദർശിച്ചാൽ
ആ പ്രദോഷം വരെ, വൈകുന്നേരം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമെന്നാണ്. ഇതേപോലെ തന്നെയാണ് പ്രദോഷത്തിൽ ഒരു രോഗിയെ സന്ദർശിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. പ്രദോഷത്തിൽ ഒരു മുസ്ലിം ഒരു രോഗിയെ സന്ദർശിച്ചാൽ പ്രഭാതം വരെ 70,000 മലക്കുകൾ അയാൾക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യും എന്നാണ് ഹദീസിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഒരു രോഗസന്ദർശനത്തിൻ്റെ പ്രതിഫലം, ഒരു രോഗിയെ സന്ദർശിച്ചാൽ അതിന് കുറേ നയിപ്പില്ല, അതിന് കുറേ സമയം ആവശ്യമല്ല. പക്ഷേ അതിൻ്റെ പ്രതിഫലം നോക്കൂ നിങ്ങൾ. ഇതാണ് ഇവിടെ നമ്മൾ ശ്രവിക്കേണ്ടത്. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ധാരാളം കർമ്മങ്ങൾ ഇവിധം എണ്ണിയിട്ടുണ്ട്. നമ്മൾ വെള്ളിയാഴ്ചയുടെ വിഷയത്തിൽ നമ്മൾ കേട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ ഇഗ്തസല യൗമൽ ജുമുഅത്തി വഗസ്സൽ വബക്കറ വബ്തകർ. വെള്ളിയാഴ്ച ദിവസം ഒരാൾ കുളിച്ച് കഴുകാനുള്ളതൊക്കെ കഴുകി നേരത്തെ പള്ളിയിലെത്തി, നേരത്തെ എത്തി. ബക്കറ വബ്തകർ. അങ്ങനെ വമശ വലം യർക്കബ്, നടന്ന്, വാഹനത്തിൽ സഞ്ചരിക്കാതെ നടന്നാണ് അയാളുടെ വരവെങ്കിൽ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വദന മിനൽ ഇമാം, അയാൾ ഇമാമിനോട് അടുത്ത്, വ അൻസത വസ്തമ വ അൻസത്, സാഗൂതം ഖുതുബ ശ്രവിച്ച് മൗനം ഭജിച്ച് ഒരാൾ ഖുതുബ ശ്രവിച്ചിട്ടുണ്ട് എങ്കിൽ കാന ലഹു ബികുല്ലി ഖുതുവത്തിൻ അമലു സന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അയാൾ നടന്നാണല്ലോ വന്നത്, ഓരോ കാൽവെപ്പ് നടത്തിയതിനും ഓരോ കാൽവെപ്പിനും ഒരു വർഷത്തെ സൽപ്രവർത്തികളാണ് രേഖപ്പെടുത്തുന്നത്. അമലു സന എന്ന് പറഞ്ഞാൽ ഹദീസിൽ കാണാം, അജുറു സിയാമിഹ വ ഖിയാമിഹ, ഒരു വർഷം രാത്രി നമസ്കരിച്ച കൂലി, ഒരു വർഷം നോമ്പെടുത്ത കൂലി അയാൾക്ക് രേഖപ്പെടുത്തുന്നതാണ്. ഒരു വർഷത്തെ നമസ്കാരങ്ങളുടെ കൂലി, ഒരു വർഷത്തെ നോമ്പെടുത്ത കൂലി അയാൾക്ക് ഓരോ കാൽവെപ്പിനും രേഖപ്പെടുത്തുന്നതാണ്. എത്ര കാൽവെപ്പുണ്ടാവും പള്ളിയിലേക്ക്? ഓരോ കാൽവെപ്പിനും ഒരു വർഷത്തെ പ്രവർത്തനത്തിൻ്റെ പ്രതിഫലം എന്ന് പറഞ്ഞാൽ എത്ര മഹനീയാണ്. പക്ഷേ എന്താ വേണ്ടത്? വെള്ളിയാഴ്ച ദിവസം കുളിച്ച് വെടുപ്പായി നേരത്തെ എത്തി ഇമാമിനോടടുത്ത് ഖുതുബ പറയുന്നത് സാഗൂതം ശ്രവിച്ച് മൗനം ദീക്ഷിച്ച്. ചിലർ വർത്താനം പറയണേക്കാം ഖുതുബയിൽ അടുത്തുള്ളവനോട് വർത്താനം പറയാം. അതേപോലെ തന്നെ ചിലർ അടുത്തുള്ളവനെ ഉപദേശിക്കുക, ഖുതുബ നടക്കുമ്പോൾ അടുത്തുള്ളവനെ ഉപദേശിക്കുക. ഓന് സംസാരിക്കണവനോട് മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടില്ല, സംസാരിക്കുന്നവനോട് നീ മിണ്ടല്ലേ എന്ന് പോലും പറയാൻ പാടുള്ളതല്ല ഖുതുബയുടെ അവസരത്തിൽ. അത്രമാത്രം ശ്രവിക്കേണ്ടതാണ് ഖുതുബ, അത്രമാത്രം ശ്രവിക്കേണ്ടതാണ് ഖുതുബ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം, ഖുതുബൻ്റെ ഇടയിൽ ഒരാൾ സലാം പറഞ്ഞു വന്നാൽ ആ സലാം അടക്കാൻ പറ്റുമോ? ഇമാമു ദുആ ഇറക്കുമ്പോൾ ഉറക്കനെ ആമീൻ പറയാൻ പറ്റുമോ? ഇതൊക്കെയാണ് അഭിപ്രായ വ്യത്യാസം. കാരണം അതൊക്കെ ഖുതുബ ശ്രവിക്കുന്നതിന് ഭംഗമാകുമോ എന്നതുകൊണ്ടാണ് ആ സംസാരം. അപ്പം പിന്നെ നാട്ടുവർത്താനം പറയുന്നവൻ്റെ അവസ്ഥ ആലോചിച്ചോ കാണി. ചില പ്രസംഗികന്മാരുടെ പ്രസംഗത്തിൽ കേട്ട് സിനിമാ കഥ പറയുന്നവരെ കുറിച്ച് മക്കളോട് ചിലരുണ്ട്, അടുത്തിരുത്തിയിട്ട് മക്കളോട് വർത്താനം പറയുന്ന രക്ഷിതാക്കൾ. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ്. മക്കളെ ഖുതുബയ്ക്ക് വരുന്നതിൻ്റെ മുമ്പ് തന്നെ പറഞ്ഞിട്ട് കൊണ്ടുവരാൻ വേണ്ടത്. ഖുതുബൻ്റെ സമയത്ത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്, ഇന്നത് ചെയ്യാൻ പാടില്ല, ഇത് കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചിട്ടാണ് കൊണ്ടുവരേണ്ടത്. ഇവിടെ ഇരുന്നതിന് ശേഷം പിന്നെ മക്കളെ ഉപദേശിക്കുന്ന രീതി ചിലരിൽ കാണാൻ സാധിക്കും. ഏതായാലും ജുമയിൽ ശ്രദ്ധിക്കേണ്ട പ്രവൃത്തി, അതിൻ്റെ കൂലി, മഹത്തരമായ പ്രതിഫലം. ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് പാരായണം. എന്താ സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച പാരായണം ചെയ്താൽ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് യൗമൽ ജുമുഅ അദാഅ ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ എന്നാണ്. വെള്ളിയാഴ്ച ദിവസം ഒരാൾ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ 2 ആഴ്ചകൾക്കിടയിൽ, 2 വെള്ളിയാഴ്ചകൾക്കിടയിലുള്ള അത്ര ദൂരം എന്ന് പറഞ്ഞാൽ ഒരാഴ്ച വഴി ദൂരം അയാൾക്ക് പ്രകാശം അരുളപ്പെടും എന്നാണ്. അയാൾക്ക് പ്രകാശം അരുളപ്പെടും. എന്താ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം? എവിടെയാണ് പ്രകാശം? പ്രകാശം നമുക്ക് ആവശ്യമായത് അന്ത്യനാളിലാണ്.
കർമ്മങ്ങൾക്കനുസരിച്ചാണ് ഓരോരുത്തർക്കും പ്രകാശം. വിശിഷ്യ സിറാത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, അന്ത്യനാൾ സംഭവിച്ചിട്ടൊരു വിഷയം പറയുമ്പോൾ ഐനന്നാസ് യൗമഇദിൻ, അന്ന് ജനങ്ങൾ എവിടെയായിരിക്കും? അപ്പോൾ പറഞ്ഞു, ഹും ഫി ദുൽമത്തിൻ ദൂനൽ ജിസ്ർ, അവർ സിറാത്തിന് മുമ്പ് ഒരു ഇരുട്ടിലായിരിക്കും. സിറാത്തിന് മുമ്പിൽ ഇരുട്ടിലായിരിക്കും. ആ ഇരുട്ടിൽ നിന്നാണ് സിറാത്തിനെ ഭേദിച്ച് സ്വർഗത്തിലേക്ക് വിശ്വാസികൾക്ക് പ്രയാണം. ഇരുട്ടിൽ നിന്ന് എങ്ങനെയാണ് സിറാത്തിനെ ഭേദിക്കുവാൻ ഒരാൾക്ക് പോകാൻ പറ്റുക? ഓരോരുത്തരുടെയും അമലുകളുടെ ഖദർ അനുസരിച്ച് അവർക്ക് പ്രകാശം നൽകപ്പെടും. ഓരോരുത്തർക്കും തങ്ങളുടെ അമലുകളുടെ ഖദർ എത്രയാണോ അതിനനുസരിച്ചുള്ള പ്രകാശം നൽകപ്പെടും. ആ പ്രകാശത്തിലാണ് ഓരോരുത്തരുടെയും കാൽവെപ്പുകൾ. അങ്ങനെ നല്ല പ്രകാശത്തിൽ മിന്നൽ പിണർ കണക്കെ സിറാത്തിനെ മുറിച്ച് കിടക്കുന്നവരുണ്ട്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ചിലർ നല്ല പ്രകാശത്തിൽ, ആ പ്രകാശത്തിൽ അടിച്ചു വീശുന്ന കാറ്റിനെ പോലെ, ചിലർ സ്പീഡിൽ പറക്കുന്ന പറവകളെ പോലെ, ചിലർ വേഗതയിൽ കുതിക്കുന്നു, മറ്റു ചിലർ നടന്നുകൊണ്ട്, ചിലർ വേച്ച് ഇഴഞ്ഞുകൊണ്ട്, ചിലർ അവരുടെ പ്രകാശം കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ പ്രകാശം കെട്ട് വഴിയിൽ തങ്ങുന്നവർ, സിറാത്തിൽ തപ്പുന്നവർ, അവരെ കൊളുത്തി വലിക്കുവാൻ സിറാത്തിൽ കൊളുത്തുകൾ നരകത്തിലേക്ക് വീഴ്ത്താൻ. എല്ലാവരും സിറാത്തിനെ മുറിച്ചു കിടക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ തീരുമാനമാണ്. ആരും സിറാത്തിനെ ഭേദിക്കാതെ സ്വർഗത്തിൽ പോകൂല. വഇൻ മിൻകും ഇല്ലാ വാരിദുഹ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയ, നരകത്തിന് മീതെ സിറാത്തിലൂടെ വരാതെ ആരുമില്ല. അത് പടച്ചതമ്പുരാൻ എടുത്ത അള്ളാഹുവിൻ്റെ അലംഘനീയമായ തീരുമാനമാണ്. സുമ്മ നുനജ്ജി ലദീന തഖവ വനദറു ദ്ദാലിമീന ഫീഹാ ജിസിയ്യ, വിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്തിന്മേൽ അവിടുന്ന് രക്ഷപ്പെടുത്തും. അക്രമികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സിറാത്തിൽ നിന്ന് വീഴ്ത്തുകയും ചെയ്യും. അള്ളാഹു നമ്മളെ കാക്കട്ടെ, നഊദു ബില്ലാഹ്. അപ്പോൾ ഓരോരുത്തർക്കും പ്രകാശം ഉണ്ടാകേണ്ടതുണ്ട്. എന്തിന്? അന്ത്യനാളിൽ സഞ്ചരിക്കാൻ. അവിടെയാണ് പ്രകാശത്തിൻ്റെ അനിവാര്യത. അബാ അലഹു മാബൈന ജുമുഅത്തൈൻ, ഒരാഴ്ച സഞ്ചരിക്കുവാനുള്ള പ്രകാശം അള്ളാഹു അവന് അരുളും. എപ്പോൾ? വെള്ളിയാഴ്ച ദിവസം സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ എന്ന സുവിശേഷമാണ് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രകാശത്തിന് വേണ്ടി, പ്രകാശം അവിടെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടൂല. അത് ദുനിയാവിൽ നമ്മൾ കർമ്മങ്ങളിലൂടെ സമ്പാദിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വിശ്വാസികൾ പ്രകാശത്തിൽ സിറാത്തിനെ മുറിച്ച് കടന്ന് സ്വർഗത്തിലേക്കുള്ള പ്രയാണം കുറിക്കുമ്പോൾ കപടൻ ഇരുട്ടിൽ തപ്പുന്നത്. അപ്പോൾ അവർ പ്രകാശത്തിൽ സഞ്ചരിക്കുന്ന വിശ്വാസികളോട് അവിടെ വെച്ച് പ്രകാശം ചോദിക്കും. അപ്പോൾ വിശ്വാസികൾ പറയൽ ഇർജിഉ വറാഅകും ഫൽതമിസു നൂറ, പിന്നിലേക്ക് പോയി പ്രകാശം അന്വേഷിക്കാനാണ്. ദുനിയാവിലേക്ക് മടങ്ങിയിട്ട് കർമ്മം ചെയ്തിട്ട് പ്രകാശം ഉണ്ടാക്കാനാണ്. അത് ഒരിക്കലും സാധ്യമല്ല, അസാധ്യമാണ്. കപടന്മാരെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ പുണ്യകർമ്മങ്ങൾ അവർക്ക് ഭാരമായിരുന്നു. ആത്മാർത്ഥതയും നിഷ്കളങ്കതയും അവർക്ക് അന്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഇവിടെ അമലില്ല, ആഖിറത്തിൽ അവർക്ക് വെളിച്ചമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആഖിറത്തിൽ വെളിച്ചം ആവശ്യമുള്ളവരാണ്. ആ വെളിച്ചം നേടാനുള്ള കർമ്മങ്ങളാണ് പറയപ്പെടുന്നത്. വെള്ളിയാഴ്ച സുദിനത്തിൽ സൂറത്തുൽ കഹ്ഫിൻ്റെ പാരായണം, അത് നമുക്ക് ഒരാഴ്ച മാബൈനൽ ജുമുഅത്തൈൻ എന്നാണ്, 2 ജുമുഅകൾക്കിടയിൽ അത്ര ദൂരം നമുക്ക് പ്രകാശം അരുളും എന്നുള്ളതാണ്. ഇതേപോലെ ധാരാളം കർമ്മങ്ങൾ. കടം കൊണ്ടവന് ഇട നൽകുക, അവന് വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ കേട്ടു. മൻ അംബറ മുഅ്സിറൻ ഔ വദഅ അൻ, ഒരാൾ കടം കൊണ്ട ഒരു ഞെരുക്കക്കാരന് ഇട നൽകി, കടം വീട്ടാൻ കാലതാമസം നൽകി ഇട നൽകി, അല്ലെങ്കിൽ അവന് വിട്ടുവീഴ്ച ചെയ്തു, കടം ഒഴിവാക്കി കൊടുത്തു എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അള്ളാഹു അവന് അർഷിൻ്റെ തണലേക്ക് അവനെ ആദരിക്കുമെന്നാണ്. അള്ളാഹു തണലില്ലാത്ത, നിഴലില്ലാത്ത മഹ്ശറിൽ അള്ളാഹുവിൻ്റെ അർഷിൻ്റെ തണൽ മാത്രമാണുള്ളത്. ആ തണലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല തണൽ കൊള്ളുവാനും സുഖമനുഭവിക്കാനും കുറച്ച് ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുക. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതിലൊരു വിഭാഗമാണ് തന്നിൽ നിന്ന് കടം കൊണ്ടവന്, അവൻ ഞെരുക്കക്കാരനാണെങ്കിൽ അവന് ഇട കൊടുക്കുക, അല്ലെങ്കിൽ അവന് ആ കടത്തിൽ വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ളത്. ചില റിവായത്തുകളിൽ കാണാം, കടം കൊണ്ടവൻ ഒരാൾ ഇട കൊടുത്ത്, അങ്ങനെയാണ് എങ്കിൽ ആ ഇട കൊടുത്ത ഓരോ ദിവസവും
ആ കടം കൊണ്ട സംഖ്യ ഉണ്ടല്ലോ അതിൻ്റെ അത്ര അയാൾക്ക് സദക്കയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അത്ര സംഖ്യ, അത് പിന്നെ കടം പിന്നീട് തിരിച്ചു വാങ്ങിയാലും ഇട കൊടുത്ത ഓരോ ദിവസത്തിനും ആ കൊടുത്ത അത്ര സംഖ്യ അയാൾക്ക് സദക്കയാണ് എന്ന് നബിയുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസല്ലം ഉണർത്തിയത് കാണാൻ സാധിക്കും. അപ്പോൾ ശ്രേഷ്ഠ കർമ്മങ്ങൾ, മഹനീയ കർമ്മങ്ങൾ ഇതേപോലെ ധാരാളമാണ്. അതിൻ്റെ പ്രതിഫലം ഗംഭീരമാണ്, മഹനീയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൻ മശാ മഅ അഖീഹി ഫി ഹാജത്തിൻ ലഹു ഹത്താ യുഖ്ളഅ അൻ ലഅൻ അംശി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എൻ്റെ ഒരു സഹോദരൻ്റെ ആവശ്യം അയാൾക്ക് നിർവഹിച്ചു കൊടുക്കപ്പെടുവോളം ഞാൻ അയാളോടൊപ്പം നടന്നിട്ടുണ്ട് എങ്കിൽ അതാണ് എനിക്ക് ഈ പള്ളിയിൽ അഥവാ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഉത്തമമായത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മസ്ജിദ് നബവിയിൽ ഒരു നിസ്കാരത്തിൻ്റെ പ്രതിഫലം എത്രയാണ്? നിസ്കരിക്കുന്നവൻ, ഇഅ്തികാഫിരിക്കുന്നവൻ എന്തായാലും നിസ്കരിക്കണമല്ലോ. അപ്പോൾ ഇഅ്തികാഫിരിക്കുക മസ്ജിദ് നബവിയിൽ, അതിൻ്റെ കൂലി വളരെ മഹനീയാണ്. അതേപോലെ തന്നെ അവിടെ നിസ്കരിക്കും ചെയ്യും. അപ്പോൾ പ്രതിഫലം വളരെ മഹനീയാണ്. അതിനേക്കാൾ ശ്രേഷ്ഠമാണ് ഒരാവശ്യ നിർവഹണത്തിൽ സഹോദരനോടൊപ്പം നടക്കുക, അത് വീട്ടപ്പെടുന്നത് വരെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചില പ്രവൃത്തികൾ അത് ഏറെ എളുപ്പമാണ് ചെയ്യാൻ, മനസ്സ് വെച്ചാൽ അത് സാധ്യമാണ്, എളുപ്പം സാധിക്കും. പക്ഷേ പലപ്പോഴും വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ചില ആലസ്യങ്ങൾ, അതേപോലെ അമാന്തം, ഇത്തരം വിഷയങ്ങൾ കാണാൻ സാധിക്കും. അതിൽ ഒരു ഉത്ബോധനമാണ് ഒരു ഖുത്ബയായിട്ട് നമ്മളിവിടെ ശ്രവിക്കേണ്ടത്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പോലുള്ള ഒരു മനസ്സ് അത് നമ്മൾക്കുണ്ടാകണമെന്നാണ് അദ്ദേഹം ഉണർത്തിയത്. അതായത് ഒരു നന്മ കേട്ടപ്പോൾ അത് ചെയ്യാനുള്ള വ്യഗ്രതയും തനിക്ക് നഷ്ടപ്പെട്ടത് ഇതിലുള്ളതായ വ്യതയും പ്രയാസവും വേദനയും അത് നമ്മളുടെ ഈ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാകേണ്ടതുണ്ട്, ഒരു പ്രത്യേകതയുണ്ട്. അപ്പോഴാണ് അങ്ങനെയായിരുന്നു സഹാബികൾ, സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ സഹാബികൾ അതിലേക്ക് മുന്നിട്ട അത് അള്ളാഹിൻ്റെ ഒരു തൗഫീഖ് കൂടിയാണ്. ഇപ്പോൾ ഉക്കാഷ ഇബ്നു മെഹ്സൻ റളിയല്ലാഹു തആല അൻഹു, ഉക്കാഷ ഇബ്നു മെഹ്സൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കേൾക്കുകയാണ്, 70,000 ആളുകൾ അവർ ഹിസാബും അദാബുമില്ലാതെ, വിചാരണയും ശിക്ഷയില്ലാതെ സ്വർഗത്തിൽ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഉമ്മത്തികളെ പ്രദർശിപ്പിക്കപ്പെട്ടു. ആ ഉമ്മത്തികളെ പ്രദർശിപ്പിക്കപ്പെട്ടപ്പോൾ ആ ഉമ്മത്തികളിൽ 70,000 ആളുകൾ അവർക്ക് വിചാരണ ഇല്ല, അവർക്ക് ശിക്ഷയില്ല, അവർ നേരിട്ട് മഹ്ശറിൽ നിന്ന് സ്വർഗത്തിലേക്കാണ്. അള്ളാഹു ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഇത് ഉക്കാഷ ഇബ്നു മെഹ്സൻ കേൾക്കുകയാണ്. അപ്പോൾ ഉടനെ ഉക്കാഷ ചാടി റസൂലുള്ളാഹിനോട് പറയുന്നത്, റസൂലെ ഉദ്ഉല്ലാഹ യജഅലനി മിൻഹും, അക്കൂട്ടത്തിൽ അള്ളാഹു എന്നെ ആക്കുവാൻ നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്താലും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വാൻത മിൻഹും, നിങ്ങൾ അവരിൽപ്പെട്ടവനാണ്, നിങ്ങൾ അവരിൽപ്പെട്ടവനാണ്. അപ്പോൾ ആ സദസ്സിൽ പലരുമുണ്ട്. പക്ഷേ അത് ഉക്കാഷ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിൻ്റെ ഒരു തൗഫീഖാണ്. പക്ഷെ നമുക്കതിലൊരു പാടുണ്ട്. അതെന്താ? ഈ ഒരു ഒരു ബോധം, അതേപോലെ തന്നെ ഈ ഒരു തോന്നൽ, നന്മയിൽ ഒരു പുണ്യം നേടുന്നതിൽ നമുക്കൊരു വ്യഗ്രത, അത് നമുക്കതിൽ നിന്ന് പഠിക്കാനുള്ളൊരു വിഷയമാണ്. ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറങ്ങിയ ഒരു സംഭവം. ഉമ്മു ഹറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ബന്ധുവാണ്. ഉമ്മു ഹറാം ബിന്ത് മിൽഹാൻ അവർ അൻസാരിയത്തായ മഹദിയാണ്, ബനു നജ്ജാർ ഗോത്രക്കാരിയാണ്. അവരുടെ വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ചെന്ന് ഒരു ദിവസം കിടന്നുറങ്ങാണ്. ഉറങ്ങിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ചിരി തൂകി. അപ്പോൾ ഉമ്മു ഹറാം ചോദിച്ചത്, എന്തിനാണ് റസൂലുള്ളാഹി നിങ്ങൾ ചിരി തൂകുന്നത്? അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഉറക്കിൽ കണ്ട ഒരു കാഴ്ച പറയാണ്. ഒരു വിഭാഗം ആളുകൾ അവർ രാജസിംഹാസനത്തിൽ രാജാക്കന്മാരെ പോലെയാണ്, അവർക്കെല്ലാവർക്കും സ്വർഗം അനിവാര്യമായി. കടൽ കടന്നുകൊണ്ടുള്ള ഒരു യുദ്ധസൈന്യമാണത്. കടൽ കടന്ന് ഒരു നാവികസേനയാണ്. അവർ പോകുന്നത് സിംഹാസനത്തിൽ രാജാക്കന്മാരെ പോലെയാണ്, എല്ലാവർക്കും സ്വർഗം അനിവാര്യമായി എന്നാണ് ഉമ്മു ഹറാം ബിന്ത് മിൽഹാനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അപ്പോൾ ഉടനെ ഉമ്മു ഹറാം പറയാണ്, റസൂലെ, ഞാൻ അവരുടെ കൂട്ടത്തിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദുആ ചെയ്യണം, ഞാൻ അവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്യണം. അപ്പോൾ ഉമ്മു ഹറാമിനോട് റസൂലുള്ള പറയണം, വാൻതി മിൻഹും, ഉമ്മു ഹറാം നിങ്ങൾ അവരിൽപ്പെട്ട ആളാണ്, നിങ്ങൾ അവരിലുണ്ട്. വീണ്ടും റസൂലുള്ള കടന്ന് വീണ്ടും ഈ സ്വപ്നം ആവർത്തിച്ച്. അപ്പോൾ റസൂലുള്ള വീണ്ടും ചിരി തൂകി. ഇപ്പോൾ ഉമ്മു ഹറാം പറയാണ്, എന്നെ അവരിൽ ഉൾപ്പെടുത്താൻ ദുആ ചെയ്യണം. അപ്പോൾ റസൂൽ പറയാണ്, നിങ്ങൾ അവരിൽ തന്നെയാണ്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ ഒരു അനുഭവം ആവർത്തിച്ചു.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരി തൂകിയപ്പോൾ റസൂലുള്ളാഹിനോട് വീണ്ടും ചോദിക്കണം. അപ്പോൾ റസൂലുള്ള പറയണം, ഒരു നാവികസേന, ആ നാവികസേനയിൽ അംഗങ്ങൾ രാജാക്കന്മാരെ പോലെ രാജസിംഹാസനത്തിൽ അവർ മുലൂക്കുൻ അലൽ അസിറ എന്നാണ് പോവുകയാണ്. അവരെല്ലാവരും സ്വർഗം അനിവാര്യമാക്കിയവരാണ് എന്ന് പറയുമ്പോൾ അവരിൽ ഞാൻ ഉൾപ്പെടാൻ നിങ്ങൾ ദുആ ചെയ്താലും എന്ന് ഉമ്മു ഹറാം പറയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം അവരോട് പറയാണ്, വ അൻതി മിൻ അവായിലിഹിം, അവരിൽ മുമ്പന്മാരിൽ ഒരാളാണ് നിങ്ങൾ എന്ന് പറയാണ്. മനസ്സിലായില്ലേ? ചരിത്ര പ്രസിദ്ധമായ സൈപ്രസ് യുദ്ധം, ഉമർ റളിയല്ലാഹു തആല ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ ഖിലാഫത്തിൽ നടന്ന സൈപ്രസ് യുദ്ധം, അതാണ് ആദ്യത്തെ ഇസ്ലാമിലെ നാവിക യുദ്ധം. ആ നാവിക യുദ്ധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച നാളിൽ റസൂലുള്ള ഉറക്കിലൂടെ, അള്ളാഹുവിൽ നിന്നുള്ള വഹി ഉറക്കിലൂടെ കാണുന്നത്. അതിനെക്കുറിച്ചാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഹിയിലൂടെ ഈ പറയുന്നത്. ഇസ്ലാമിലെ ആ സൈപ്രസ് യുദ്ധമായിരുന്നു ഈ സ്വപ്നം എന്നുള്ളത് അറിയിക്കുന്നത്. ഉമ്മു ഹറാം പങ്കെടുത്ത് ഷഹീദായ യുദ്ധമാണത്. അതല്ലാതെ ഒരു നാവിക യുദ്ധത്തിൽ ഉമ്മു ഹറാം പങ്കെടുത്തിട്ടില്ല. ഉമ്മു ഹറാം സൈപ്രസ് യുദ്ധത്തിൽ മുസ്ലിം സൈന്യത്തോടൊപ്പം പുറപ്പെട്ട് അങ്ങനെ സൈപ്രസിൽ ഖുബ്രുസ് എന്ന് പറയുന്ന മെഡിറ്ററേനിയൻ സീ മധ്യധരണ്യായി കടലിലെ ആ ദ്വീപിൽ മുസ്ലിം സൈന്യം എത്തിയപാട് ഉമ്മു ഹറാം റളിയല്ലാഹു തആല അൻഹ അവരുടെ വാഹനത്തിൽ നിന്ന് വീണ് പിന്നീട് അവർ ഷഹീദാക്കാണ് റളിയല്ലാഹു തആല അൻഹ വാർദ. ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ബോധം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഖൈറ് കേൾക്കുമ്പോൾ, ഒരു നന്മ കേൾക്കുമ്പോൾ ഞാൻ അതിൽ ഒരു മെമ്പറാകുക, ഞാനതിൽ ഒരാളാകുക എന്നുള്ള ഈ ഒരു ബോധം തോന്നൽ, അത് വളരെ വിശിഷ്ടമായ ഒരു ഗുണമാണ്, മഹനീയമായൊരു സ്വഭാവമാണ്. വിശ്വാസികൾ ഒരിക്കലും അതിൽ അമർന്ദിക്കാനോ ആലസ്യത്തിലാകാനോ പാടില്ല എന്നുള്ള വസിയത്താണ് നമ്മളിവിടെ ശ്രവിക്കുകയുണ്ടായത്. മേലായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബിൻ്റെ തൗഫീഖ് അല്ലാഹു നമ്മളെ എല്ലാവരെയും തുണക്കുമാറാവട്ടെ. അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുവാനുള്ള ആയുരാരോഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും ഏറ്റി നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ദുആക്ക് വസിയത്ത് ചെയ്തവരുടെ നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാവട്ടെ. രോഗം കൊണ്ട് വലയുന്നവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു ശിഫയും ആഫിയത്തും കനിയുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടവരോട് പൊറുക്കുമാറാവട്ടെ. അവരെത്തിപ്പെട്ട കബറിടങ്ങളെ അവൻ്റെ ഒരു സ്വർഗീയ ആരാമമാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മളെ ഈ പുണ്യത്തിൻ്റെ വേദിയിൽ ഒന്നിപ്പിച്ചതുപോലെ സ്വർഗത്തിൻ്റെ ഉന്നതങ്ങളിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നല്ല മുറാദുകൾ അള്ളാഹു നമുക്ക് നേടിത്തരുമാറാവട്ടെ. നമ്മെ നോക്കി വരുന്ന മുസീബത്തുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് ഒഴിമാറ്റുമാറാവട്ടെ. നമ്മുടെ മാനസിക ശാരീരിക പ്രയാസങ്ങൾ അള്ളാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മളിലൂടെ നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു കൺകുളിർമ വർദ്ധിപ്പിക്കുമാറാവട്ടെ. നമുക്ക് നമ്മുടെ ഇണകളിൽ മക്കളിൽ അള്ളാഹു കൺകുളിർമയേറ്റി അവരെയും നമ്മയും അള്ളാഹു ആദരിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല الشرك والمشركين ودمر أعداءك أعداء الملة والدين. اللهم احفظ لهذه البلاد أمنها. اللهم احفظ لهذه البلاد رجال أمنها. اللهم احفظ لهذه البلاد قيادتها وعقيدتها إنك ولي ذلك والقادر عليه يا حي يا قيوم يا ذا الجلال والإكرام. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله.